സുഹൃത്തുക്കളെ, സരസമായി സംസാരിക്കുന്ന രണ്ടുപേരാണ്. മോഹൻലാലിന്റെ ഡിവോഷൻ അത് ഭയങ്കര ഒരു ഗോസിപ്പ് ഞാൻ കേട്ടത് ഈ മോഹൻലാലിന്റെ ഡിവോഷൻ അത് ഭയങ്കര ഒരു നുണത്തളത്തിൽ ഇങ്ങനെ കേൾക്കാണ്. മോഹൻലാലിന്റെ ഡിവോഷൻ അപ്പൊ അദ്ദേഹം അഭിനയിക്കുമ്പോഴും അദ്ദേഹം ഫുൾ 100% പ്രൊഫഷണൽ ആയിരിക്കും. അതേ മദ്യപിച്ചാലും അതെ 24 hours മദ്യപിക്കും. അതെ മറ്റേ കാര്യത്തിന് പോയാലും അത് 24 hours ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് മലയാള മറ്റേ കാര്യം ഞാൻ അങ്ങേക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞോണ്ടേ ഉള്ളൂ. അപ്പൊ ഇതില് എല്ലാത്തിലും 24 മണിക്കൂർ പ്രൊഫഷണൽ ആകുന്ന ഒരു മോഹൻലാലിനെയാണ് ശരാശരി ഒരു പ്രേക്ഷകൻ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളിപ്പോ എന്ത് കാര്യവും ചെയ്യുന്നത് നമ്മൾ രസിച്ച് ചെയ്യുക എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞ് 24 മണിക്കൂറും നമ്മൾ മദ്യപിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോഴൊരു ആൽക്കഹോളിക്കായി മാറിക്കഴിയും അല്ലെ. ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അപ്പൊ അതിപ്പം ഒരു മോശമായ കാര്യം കേരളത്തിലെ എല്ലാവരും മദ്യപിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ അത് നമുക്ക് കാര്യം സിനിമയിലൊക്കെ പാർട്ടികൾ ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് ഒരു പക്ഷേ വെളിയിൽ നമുക്കൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതായിരിക്കും. അല്ലാതെ അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതല്ല. അപ്പൊ ചെയ്യുന്നൊരു കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? 24 ചാനലിലെ ഒരു അവതാരകനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും. ഇദ്ദേഹം മോഹൻലാലിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് മറ്റേ കാര്യമാണ്. എന്താണ് ഈ മറ്റേ കാര്യം? ഇനിയിപ്പോൾ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനിയും മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ മോഹൻലാല് ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് 3000-ഓളം എണ്ണൊക്കെ വരുന്നുണ്ടെന്നും അത് 300-ആണെന്നൊക്കെയുള്ള ചില കണക്കുകളൊക്കെ പലരും എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ശ്രീകണ്ഠൻ നായരുടെ ഈ ചോദ്യം ഉണ്ടല്ലോ, മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ എടുത്ത രീതിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം അത് വേറെ വല്ല നടന്മാരാണെങ്കിൽ, ഉദാഹരണത്തിന് മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടാണെങ്കിൽ അദ്ദേഹം അതിനെ ഷൗട്ട് ചെയ്ത് കളയും. നിങ്ങൾ എന്ത് അനാവശ്യം പറയുന്നത്, ഇങ്ങനില്ലാത്തൊരു ബന്ധത്തെ പറ്റി നിങ്ങൾ പറയുന്നതല്ല. പക്ഷേ മോഹൻലാൽ വളരെ രസകരമായിട്ട് എന്താണ് ഈ മറ്റേ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉറക്കെ ഊറിച്ചിരിക്കുക മാത്രമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അവിടെ ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിന് വേറെ രീതിയിലൊന്നും മനസ്സിലാക്കിക്കോളൂ. അതിനിപ്പോൾ മോഹൻലാലിനെ എതിർത്തു വിചാരിച്ചുള്ളൂ. മോഹൻലാലിന് ഇത്തരം ബന്ധങ്ങൾ കൂടുതലുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര അധികം ചൂടായി എന്ന രീതിയിലായിരിക്കും പിറ്റേ ദിവസം ഇവരന്മാരൊക്കെ വല്ല ന്യൂസും കൊടുത്തുകൊണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ മോഹൻലാലിന്റെ മറ്റേ കാര്യം കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ്. അത് ഇത്തരം ആളുകളൊക്കെ പച്ചയ്ക്ക് ചോദിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. മോഹൻലാലാണെങ്കിൽ അത് വളരെ രസകരമായിട്ട് അതിന് ഉത്തരം പറയാനും ഒരു മടിയും കാണിച്ചില്ല എന്നതാണ്. ഇനി എൻ്റെ പ്രശ്നത്തുള്ള അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന പേര് വന്നതിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടതായിരിക്കും, പലരും കണ്ടതായിരിക്കാം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ, എന്തിനാ വെറുതെ സമയം കളയുന്നത്. എന്റെ പേര് മമ്മൂട്ടി എന്നാണ്. മുഹമ്മദ് കുട്ടിയേക്കാളും അരോചകമാണ് അന്നത്തെ. കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി. ആ മമ്മൂട്ടി എന്ന് വിളിച്ചാണ്. ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന്റെ ഒരു അസ്കിത ഉണ്ടല്ലോ, ഒരു വല്ലാതെ പഴഞ്ഞ പേരാണ് എന്ന് തോന്നിയിരിക്കും. പഴഞ്ഞ പേരെന്ന് പറഞ്ഞാൽ കുറച്ച് തുല്യ ഒരു ആൾക്കാരൊക്കെ ഇല്ലേ, പ്രായമുള്ള ആൾക്കാർ. എന്റെ ഉപ്പാപ്പയുടെ പേരാണ്, ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഉപ്പറി പറിച്ചു പോയി എന്റെ ഓർമ്മയിലും. അപ്പൊ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരോചകം ഞാൻ ആലോചിച്ചു. അപ്പൊ കോളേജ് കയറി മാരേജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പോ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു. അവൻ ആ പേര് അപ്പാടെ ഞാനത് മറച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡ് കോളേജ് ഓർമ്മയില്ലേ, ഈ ഐഡന്റിറ്റി കാർഡ് ഒരു സന്ദേശത്തിന്റെ വീട് കിട്ടിയപ്പോ എന്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞു. എന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായത്. അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു. എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ്, അവനിപ്പോ എവിടെയാണാവോ. അപ്പൊ അവൻ പാറ്റേൺ റൂമിലാണ് പഠിക്കുന്നത്. ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് വന്നതിനെ കുറിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ രണ്ട് വീഡിയോയിലും കണ്ട ഒരു രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര പ്ലസന്റബിൾ ആണ്. ഏകദേശം ഒരേ സമയ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ രണ്ട് വീഡിയോയും എടുത്തിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ രണ്ടുപേരും വളരെയധികം പ്ലസന്റ് ആണ്. ഇതിങ്ങനെ എടുത്തെടുത്തിങ്ങനെ പറയാൻ കാരണം, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് ഒരിക്കലും പണ്ടത്തെ ഇന്റർവ്യൂകളിലായിക്കോട്ടെ പത്രങ്ങളായിക്കോട്ടെ അദ്ദേഹം ഒരിക്കലും പ്ലസന്റബിൾ അല്ല, ചിരിച്ച് സംസാരിക്കാറില്ല, എപ്പോഴും ഷൗട്ട് ചെയ്യുക മാത്രമാണ് എന്നൊക്കെയുള്ള ഒരു ചില പേരുകളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വളരെയധികം ചിരിച്ച് രസകരമായി സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ചില എന്താ പറയുക പേരുകളൊക്കെ ഇത്തരം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഇത്തരം മനുഷ്യന്മാർക്കെതിരൊക്കെ ഉണ്ടാക്കിയത്? ഇനി അതുമല്ല സിനിമാ മേഖല ഫോക്കസുകൾ ക്രിയേറ്റ് ചെയ്തതാണോ അല്ലേ എന്നൊക്കെ അത് നമ്മൾ
വേറെ ആരെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താണ്ട് എനിക്ക് അതിന് പിന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടില്ല. എന്തായാലും അന്നും ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഊള ചോദ്യങ്ങൾക്കൊന്നും മോഹൻലാലിനോട് ചോദിച്ച പോലത്തെ ചില ഊള ചോദ്യങ്ങൾക്കൊന്നും അന്നും പഞ്ഞമില്ല, ഇന്നും വലിയ പഞ്ഞമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബൈ.